ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PW ക്ലാസ്സസ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേവ് ഒപ്റ്റിക്സ് എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. YDS is carried out using microwaves of wavelength lambda equals 3 cm. Distance between slits is small d, which equals 5 cm, and the distance between plane of the slits and the screen is capital D, which equals 100 cm. Find the distance of first maxima from the center of the interference pattern. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് സ്ക്രീനിന്റെ സെന്ററിൽ നിന്നും ഫസ്റ്റ് മാക്സിമയ്ക്കുള്ള ദൂരമാണ് കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് മാക്സിമം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും അത് ഫസ്റ്റ് റൈറ്റ് ബാൻഡായി കൺസിഡർ ചെയ്യാം. ഓക്കെ, സിറ്റുവേഷൻ ഇതാണ് സ്ക്രീൻ. ഓക്കെ, this is the screen and this is the center of the screen. ഇവിടെയാണ് ആര് ഫോം ചെയ്യുന്നത്? സെൻട്രൽ ബ്രൈറ്റ് ബാൻഡ് ഫോം ചെയ്തിരിക്കുന്നത്. ഇനി this is the position of ഫസ്റ്റ് മാക്സിമ അഥവാ ഫസ്റ്റ് ബ്രൈറ്റ് ബാൻഡ്. അപ്പോൾ സെൻട്രൽ ബ്രൈറ്റ് ബാൻഡിൽ നിന്നും ഈ ഫസ്റ്റ് മാക്സിമയ്ക്കുള്ള ദൂരമാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അത് നമുക്ക് y എന്ന് നൽകാം. ഇനി y കണ്ടുപിടിക്കാനുള്ള ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡെൽറ്റ എക്സ് ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി. ഇത് ബ്രൈറ്റ് ആണ്. ബ്രൈറ്റ് ആയ കാരണം ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ n ലാംഡ വരും. പാത്ത് ഡിഫറൻസ് ഈക്വൽസ് n ലാംഡ. ഫസ്റ്റ് മാക്സിമ ആയ കാരണം ഫോർ ദ ഫസ്റ്റ് മാക്സിമ n ന്റെ വാല്യൂ 1 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ y എന്ന് പറഞ്ഞാൽ അത് ലാംഡ ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി. ലാംഡ 3 സെന്റിമീറ്റർ നൽകിയിട്ടുണ്ട്, ക്യാപിറ്റൽ ഡി 100 സെന്റിമീറ്റർ, സ്മോൾ ഡി 5 സെന്റിമീറ്റർ. അപ്പോൾ 100/5 20, 20 into 3 60 സെന്റിമീറ്റർ. ഓക്കെ, ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഓപ്ഷനിലുണ്ട്, പക്ഷെ പലരും ചെയ്യാൻ ഇങ്ങനെയാണ്. പക്ഷെ ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഉത്തരം തെറ്റാണ്. 60 എന്ന് പറയുന്നത് ഇവിടെ റോങ് ആൻസർ ആണ്. പലരും ചെയ്തു വെക്കിയ ഒരു മെത്തേഡിലാണ്, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ആസ് പെർ ദിസ് ക്വസ്റ്റ്യൻ ഈ മെത്തേഡ് ഇവിടെ തെറ്റാണ്. നമുക്ക് എന്തുകൊണ്ടാണ് ഇത് തെറ്റെന്ന് കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനു വേണ്ടി let us consider the YDS experiment. ഈ P എന്ന പോയിന്റിലാണ് ഫസ്റ്റ് മാക്സിമം ഫോം ചെയ്തിരിക്കുന്നത്. എൻഡിലാണ് സെൻട്രൽ ബ്രൈറ്റ് ബാൻഡ്. അപ്പോൾ എൻഡിൽ നിന്നും പിയിലേക്കുള്ള ദൂരം y, ആ y ആണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, ഇനി ആദ്യം തന്നെ നിങ്ങൾ ഈ ഫിഗർ പ്രകാരം കൺസിഡർ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ S1 S2 S. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഇതിൽ നിന്നും സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ്, ദാറ്റ് ഈസ് S2S ബൈ ഹൈപ്പോട്ടന്യൂസ്, ദാറ്റ് ഈസ് S1 S2. അതായത് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ബൈ സ്മോൾ ഡി. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ n ലാംഡ, n ന്റെ ഒരു 1 ആണ്. അപ്പോൾ ലാംഡ ബൈ സ്മോൾ ഡി, ലാംഡ 3, സ്മോൾ ഡി ഈക്വൽസ് 5. അപ്പോൾ സൈൻ തീറ്റ 3/5. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് 37 ഡിഗ്രി. അതൊരു ബിഗ് ആംഗിൾ ആണ്. ശ്രദ്ധിക്കുക, മുൻപ് ചെയ്ത മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. അതിന് ആംഗിൾ എന്തായിരിക്കണം? ചെറുതായിരിക്കണം, വളരെയധികം ചെറുതായിരിക്കണം. ഇവിടെ ആംഗിൾ വളരെ വലിയൊരു ആംഗിൾ ആണ്, അതുകൊണ്ട് മുൻപ് ചെയ്ത മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നോക്കുക, now again consider right angle triangle PON. ഇതിൽ y ആണ് കണ്ടെത്തേണ്ടത്. then find out tan theta. tan theta എന്ന് പറഞ്ഞാൽ y by capital D. ഇതിൽ നിന്നും y എന്ന് പറഞ്ഞാൽ is d into tan theta. D is 100 and tan 37, that equals 3/4. 100/4 25, 25 into 3 75 centimeter. അപ്പോൾ ശരിയായ ഉത്തരം 75 സെന്റിമീറ്റർ ആണ്, 60 അല്ല. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഓർമ്മയിൽ ഉണ്ടായിരിക്കുക. തീറ്റ വളരെയധികം ചെറുതാണെങ്കിൽ മാത്രമേ മുൻപ് ചെയ്ത മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ തീറ്റ ചെറുതല്ല, അതുകൊണ്ട് ഈ മെത്തേഡ് വേണം നമ്മളെ ഫോളോ ചെയ്യാനായിട്ട്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ കീപ് വാച്ചിങ് അവർ ചാനൽ. പ്ലീസ് subscribe and share.